ഹലോ എവരിവൺ, വെൽക്കം ടു ടീം ആൻഡ്രൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അതായത് ITBPയുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കുള്ള അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഫിസിക്കലിൻ്റെ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എക്സാം സിറ്റി സെൻറ്റർ എല്ലാ കാര്യങ്ങളും ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ITBPയുടെ വെബ്സൈറ്റ് അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നോക്കാം. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ITBPയുടെ സൈറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. itbpolice.nic.in എന്നാണ് ഈ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക. സോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതായത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ എൻറ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങളെല്ലാം ഇവിടെ എൻറ്റർ ചെയ്യുക. ഒരു മിസ്റ്റേക്ക് പോലും വരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എൻറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്ച കാണാനായിട്ട് സാധിക്കും. സോ അതെന്താണ് ക്യാപ്ച നിങ്ങൾ എൻറ്റർ ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ്. ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാം സിറ്റി സെൻറ്റർ ഡേറ്റ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന്. അതായത് പ്രധാനമായിട്ട് എന്താണ് കോൺസ്റ്റബിൾ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെയാണ് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് ഫിസിക്കലിൻ്റെ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും എന്താണ് പോസ്റ്റ്. ഇവിടെ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ പോസ്റ്റ് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് സെൻറ്റർ ആൻഡ് അഡ്രസ്സ് ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ അറിയാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്ന്. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം അതായത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റും കറക്റ്റായിട്ട് താണ്ട് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താണ് അഡ്മിറ്റ് കാർഡ് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. സോ നിങ്ങളുടെ എക്സാം ഡേറ്റും സിറ്റിയും സെൻറ്ററും കാര്യങ്ങളെല്ലാം എന്താണ് ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ എന്താണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട്. സോ നമുക്ക് നോക്കാം ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിന്റ് കറക്റ്റായിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിന്റ് നിങ്ങൾ എന്താണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് നിങ്ങളുടെ പ്രിന്റ് എന്ന് പറയുന്നത് അതായത് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിന്റ്. അതുപോലെ തന്നെ വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ഈ വോട്ടർ ഐഡിയുടെയോ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെയോ ഒറിജിനൽ അതായത് ഒറിജിനൽ ഐഡന്റിറ്റി പ്രൂഫ് തന്നെ വേണം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. സോ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല. നിങ്ങളുടെ ഫിസിക്കലിൻ്റെ ടൈമിൽ അതായത് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾ എന്തെങ്കിലും മിസ്ബിഹേവിയർ ആയിട്ട് അവിടെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇൻസ്ട്രക്ഷൻസ് ഫുള്ളായിട്ട് കറക്റ്റ് എന്താണ് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കുക. പ്രോപ്പറായിട്ട് വായിച്ച് നോക്കാതെ നിങ്ങൾ ഒരിക്കലും ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങളുടെ ഫിസിക്കലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുള്ളത്. സോ അഡ്മിറ്റ് കാർഡ് നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അതായത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. റണ്ണിങ് ലോങ് ജമ്പിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന ഈവൻസ് എന്തൊക്കെയാണെന്ന്. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ് അതായത് സബ് ഇൻസ്പെക്ടറിൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് 100 മീറ്റർ റേസ് വരുന്നുണ്ട്. 100 മീറ്റർ റേസ് നിങ്ങൾ 16 സെക്കൻഡ്സിനുള്ളിൽ വേണം അവിടെ ഓടി എത്താനായിട്ട്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100 മീറ്റർ റേസ് വരുന്നുണ്ട്. 100 മീറ്റർ റേസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 18 സെക്കൻഡ് കൊണ്ട് വേണം ഓടി എത്താനായിട്ട്. സോ ഇത്രയുമാണ് നിങ്ങളുടെ റേസിൻ്റെ കാര്യം വരുന്നത്. സെക്കൻഡ് നോക്കുവാണെങ്കിൽ 1.6 കിലോമീറ്റർ റേസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ 7 മിനിറ്റ് 30 സെക്കൻഡ്സ് കൊണ്ട് വേണം മെയിൽ കാൻഡിഡേറ്റ്സിന് ഓടി എത്താനായിട്ട്. അതുപോലെ തന്നെ 800 മീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് റണ്ണിങ് വരുന്നുണ്ട്. അത് നിങ്ങൾ 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് വേണം ഓടി എത്താനായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ
വരുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹെഡ് കോൺസ്റ്റബിളിന്റെ ആണ്. ഹെഡ് കോൺസ്റ്റബിളിന്റെ റേസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിങ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ 7 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് വേണം മെയിൽ കാൻഡിഡേറ്റ്സിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 800 മീറ്റർ റണ്ണിങ് ആണ് വരുന്നത്. ഇത് നിങ്ങൾ 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത്രയുമാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ജമ്പ് വരുന്നുണ്ട്. 11 ഫീറ്റിന്റെ ലോങ് ജമ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 9 ഫീറ്റിന്റെ ലോങ് ജമ്പ് ആണ് വരുന്നത്. സോ അത്രയുമാണ് ലോങ് ജമ്പിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഹൈ ജമ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് 3.5, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് 3.5 ഫീറ്റ് ആണ് ഹൈ ജമ്പ് വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 3 ഫീറ്റ് ആണ് ഹൈ ജമ്പ് വരുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫിസിക്കൽ ഇവന്റ്സിൽ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫിസിക്കൽ ഇവന്റ്സിനെ പറ്റിയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഇവന്റ്സിലും വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫിസിക്കൽ, അതായത് ITBPയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് 2 പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രോയിഡ് ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആവുന്ന ഒരു ചാനലാണ്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിൻ്റെയും PDF നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. സോ അഡ്മിറ്റ് കാർഡ് വന്നത് എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.